പത്തനംതിട്ട കോന്നിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കോന്നി ചെങ്ങറ സമരഭൂമിക്കടുത്ത് കല്ലാറ്റിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കാട്ടാനയാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അത് കൊമ്പനാണോ പിടിയാണോ എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. കോന്നി ചെങ്ങറ സമരഭൂമിക്കടുത്ത് ആ ദൃശ്യങ്ങൾ, ആ ഫോട്ടോ കാണുന്നുണ്ട്. അത് ഒരു കൊമ്പനല്ല, അത് പിടിയാനയാണെന്നാണ് തോന്നുന്നത്. കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയാണ്. ഇനിയിപ്പോൾ അതിൽ എന്താണ് ഈ ഒരു മരിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇത് ചരിയാനുണ്ടായ കാരണം, എന്തുകൊണ്ടത് ചരിഞ്ഞു, അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ? സാധാരണ നിലയിൽ ഈ കാട്ടാനകൾ തമ്മിൽ ഉള്ള ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ ചില കാട്ടാനകൾക്ക് പരിക്കേൽക്കാറുണ്ട്. നമ്മൾ അല്പനാൾ മുമ്പാണ് അത്തരത്തിലൊരു കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ദേഹം മൊത്തം മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ചില പരിക്കുകളൊക്കെ പറ്റി നമ്മൾ ചികിത്സയൊക്കെ നൽകിയതാണ്. അങ്ങനെയുള്ള കാട്ടാന പിന്നീട് ഒരു സ്ഥലത്ത് ഇതേപോലെ തന്നെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിപ്പോൾ ചെങ്ങറയിലാണ്, കോന്നി ചെങ്ങറ സമരഭൂമിക്കടുത്ത് കല്ലാറ്റിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതൊരു പിടിയാനയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് അതിൽ ഒരു പരിശോധന നടത്തി, അതിൻ്റെ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി വേണ്ട രീതിയിൽ അത് ദഹിപ്പിക്കാനുള്ള നടപടികളൊക്കെ ചെയ്യുമെന്നുള്ളതും കൂടിയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ എത്തുമെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നു. ഇനി ഈ കാട്ടാനയെ സംബന്ധിച്ച് എന്താണ് അത് ചെയ്യാനുണ്ടായ കാരണം, അതിൻ്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, മറ്റെന്തെങ്കിലും ഈ കാട്ടിലെ മൃഗങ്ങൾ മരിക്കുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾക്കൊക്കെ വിധേയമാക്കുന്നത് ഈ പുതിയ ഈ അണുക്കൾ, പുതിയ രോഗങ്ങളൊക്കെ ഈ ഉണ്ടായി വരുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ വൈറസ് ഉണ്ടാകുന്നുണ്ടോ, അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ സ്വാഭാവികമായും നടക്കുന്ന പരിശോധനയാണ്. ആ പരിശോധനയൊക്കെ എന്തായാലും ഇത്തവണയും ഉണ്ടാകും. ഒപ്പം അതിലൂടെ തന്നെ, പോസ്റ്റ്മോർട്ടത്തിലൂടെ തന്നെ ഈ കാട്ടാന എങ്ങനെ മരിച്ചു എന്നുള്ളത്, ആ മരണകാരണമൊക്കെ തന്നെ ലഭിക്കും. കോന്നി ചെങ്ങറ സമരഭൂമിക്കടുത്ത്, പത്തനംതിട്ട കോന്നി സമരഭൂമിക്കടുത്ത് കല്ലാറ്റിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു.